ഹലോ. അപ്പോൾ മരണമാസ് ഒ ടി ടിയിൽ റിലീസായി. ടോവിനോ തോമസിന് എന്ത് കിട്ടിയെന്നുള്ളത് നോക്കണ്ട നമുക്ക്. കാരണം ടോവിനോ തോമസ് ആണ് ഇത് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പടം റിലീസായത് April 10, 2025 ഒരു സൈക്കോളജിക്കൽ ബ്ലാക്ക് കോമഡിയാണ് പടം. ത്തിൻ്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത് ഡയറക്ടർ ശിവപ്രസാദ്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ടോവിനോ. പിന്നെ അഭിനയിച്ചിട്ടുള്ളത് ആരൊക്കെ നിങ്ങൾക്കറിയാം. ബേസിൽ ജോസഫ്, അനീഷ്മ, ബാബു ആൻ്റണി, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ, ഇവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണ് പടത്തിൻ്റെ? അതായത് ടോട്ടൽ ബഡ്ജറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുൾ കോസ്റ്റ്, എക്സ്പെൻസ്, അതുകൂടാതെ ടോട്ടൽ എത്ര കളക്ഷൻ കിട്ടി, ഇൻക്ലൂഡിങ് ഒ ടി ടി. അപ്പോൾ അതിനകത്തുനിന്ന് അവർക്ക് എത്ര പ്രൊഡ്യൂസറിന് കിട്ടി എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു 8 കോടിയാണ്. അതായത് മാർക്കറ്റിങ്ങും പ്രൊമോഷനും കൂടിയിട്ട് അവരൊരു 1.5 കോടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വന്നിട്ടുള്ളത് 50 ലക്ഷമാണ്. അപ്പോൾ ഒരു ടോട്ടൽ കോസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് 10 കോടിയാണ് ഈ പടം ടോവിനോയ്ക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അങ്ങനെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കളക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഗ്രോസ് കളക്ഷൻ 22.14 ക്രോർസ്, അതായത് 22 കോടിയുടെ അടുത്ത് അവർക്ക് കളക്ഷൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇൻ്റർനാഷണൽ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു 68 ലക്ഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 22.82, അതായത് 22.82 ആണ്. 82 എന്ന് പറഞ്ഞാൽ അത് കോടിയാണ് കേട്ടോ. അത്രയാണ് അവർക്ക് കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഷെയർ അപ്രോക്സിമേറ്റ്ലി ഒരു ആവറേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50% ആണ് വരുന്നത്. 50% എന്ന് പറയുമ്പോൾ ഒരു 11.41 കോടി അത്രയാണ് തിയേറ്റർ കോസ്റ്റ് വന്നിട്ടുള്ളത്. ഒ ടി ടി റൈറ്റ്സ് അവർക്ക് വന്നിട്ടുള്ളത് ഒരു 6 കോടിയുടെ അടുത്തുനിന്നാണ് പറയപ്പെടുന്നത്. കണക്കുകൾ എന്താ പറയുക, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്ര ജെന്യൂനിറ്റി കാണും അതിന്. കാരണം പിന്നെ മ്യൂസിക് റൈറ്റ്സ് ഒരു 1.5 കോടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 18,91,00,000 അവർക്ക് ടോട്ടൽ ഇൻകം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അവരുടെ ടോട്ടൽ എക്സ്പെൻസും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 8.91 പ്രോഫിറ്റ് അവർക്ക് വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കും ടോവിനോയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. 8 കോടി വന്നിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് എക്സാക്റ്റ് കണക്കുകൾ ടോവിനോയുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മളുടെ ഒരു അനാലിസിസ് ആണ്. ഇത്രയും ഏകദേശം അവർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ മരണമാസം ഒരു പ്രോഫിറ്റ് പടമാണെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. തിയേറ്ററിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് ഒരു നഷ്ടം വരുത്തി വെച്ചിട്ടുള്ള സിനിമയല്ല. ഓക്കെ, അപ്പോൾ അടുത്ത പടമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.